അസ്സലാമു അലൈക്കും. ഇന്ന് അസ്മാഉൽ ഹുസ്ന ജേർണലിംഗ് ഡേ 3 ആണ്. ഇന്ന് 5 നെയിംസ് അല്ല, ഇന്ന് 10 നെയിംസാണ് നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ 11ാമത്തെ പേര് മുതൽ 20ാമത്തെ പേര് വരെയാണ് നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നത്. നമുക്ക് ജേർണലിങ്ങോട്ട് പോകാം. അള്ളാഹുവിൻ്റെ 11ാമത്തെ പേര്, അതായത് 10ാമത്തെ പേരാണ് മുത്തക്കബിർ. അത് ഞാൻ 11 എന്ന് പറയാൻ കാരണം, നമ്മൾ പറഞ്ഞ യാ അള്ളാ ആദ്യത്തെ ഇസ്മ, അത് എല്ലാ ഇസ്മുകളുടെയും കൂടെ ചേർക്കുന്ന ഇസ്മാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയണമെന്നുണ്ടെങ്കിൽ 99 അള്ളാഹ് എന്നുള്ളത് ഒരു ഇസ്മായിട്ടല്ല, എല്ലാ ഇസ്മുകളുടെയും കൂടെ ചേർക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10ാമത്തെ അള്ളാഹുവിൻ്റെ ഇസ്മാണ് യാ മുത്തക്കബ്ബിർ. യാ മുത്തക്കബ്ബിർ യാ അള്ളാഹ്, ഏറ്റവും മഹത്വമുള്ളവൻ, ഈ ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ളവൻ അള്ളാഹുവാണ്. കാരണം എല്ലാ അള്ളാഹുവിൻ്റെ അടിമകൾക്കും അള്ളാഹു നന്മകൾ വാരിക്കോരി നൽകുന്നുണ്ട്. ഏറ്റവും മഹത്വമുള്ളവനാണ്. അത് തെറ്റ് ചെയ്യുന്നവനോ തെറ്റ് ചെയ്യാതിരിക്കുന്നവനോ എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു നൽകുന്നുണ്ട്. ഏത് ഈ ലോകത്തും പരലോകത്തും അള്ളാഹു വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനും, പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനുമായിട്ട് അള്ളാഹുവാണ്. അള്ളാഹു ഏറ്റവും മഹത്വമുള്ളവനാണ്. നമ്മൾ ഈ യാ മുത്തക്കബിറു എന്ന പദം, ഇസ്മ പതിവായി ചൊല്ലി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാവാൻ അള്ളാഹു പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അതായത് നല്ല മക്കൾ നമുക്ക് ജനിക്കും. ഇരു ലോകത്തും നമുക്ക് ധാരാളം മഹത്വം ഉണ്ടാകും യാ മുത്തക്കബിർ യാ അല്ലാഹ് പതിവാക്കി കഴിഞ്ഞാൽ. അത് 100 പ്രാവശ്യമാണ് നമ്മൾ പതിവാക്കേണ്ടത്. അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യും. അതുപോലെ നമ്മൾ ഈ യാ മുത്തക്കബിർ യാ അല്ലാഹ് എന്ന് 21 തവണ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പേടി സ്വപ്നങ്ങളൊന്നും കാണില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തൊരു ഇസ്മാണ് അൽ ഖാലിഖ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സൃഷ്ടാവ്. ഈ ലോകം മൊത്തം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അത് യാ ഖാലിഖു എന്ന ഇസ്മ നമ്മൾ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലൊരു വിജയം ഉണ്ടാവാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം പ്രകാശിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരിഞ്ഞു കിട്ടാനൊക്കെ ഈ യാ ഖാലിഖു യാ അള്ളാഹ് എന്ന് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ എന്തെങ്കിലും സമ്പത്ത് നഷ്ടപ്പെട്ടാലോ, ആരെങ്കിലും കളവ് ചെയ്യപ്പെട്ടാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കാണാതായി കഴിഞ്ഞാലൊക്കെ യാ ഖാലിഖു യാ അള്ളാഹ് എന്ന് നമ്മൾ ധാരാളം പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ അള്ളാഹു അത് എങ്ങനെയെങ്കിലും ആ സമ്പത്ത് നമ്മൾ തിരിച്ചു നൽകും, അല്ലെങ്കിൽ നമുക്കത് കാണാതായ സാധനം തിരിച്ചു കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് യാ ഖാലിഖു യാ അള്ളാഹ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകതകളും. പിന്നെ യാ ബാരി. യാ ബാരി മീൻസ് പടച്ചവൻ. ഈ എല്ലാ ജീവജാലങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും സർവ്വപ്രപഞ്ചവും പടച്ചവൻ അള്ളാഹുവാണ്. അതിൻ്റെ ആ ഒരു ഇസ്മിൻ്റെ പ്രത്യേകതയാണ് പടച്ചവൻ. ഏത് ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കുന്നവനും രൂപപ്പെടുത്തുന്നവനും അള്ളാഹുവാണല്ലോ. നമുക്ക് ഈ ഒരു ഇസ്മ യാ ബാരി യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഖബറിലെ അദാബുകളിൽ നിന്ന്, ഖബറിലെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു ഒരു രക്ഷ കിട്ടും. അതുപോലെ നമ്മൾ യാ ബാരി യാ അല്ലാഹ് എന്നും രാത്രി ഒരു 856 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു എല്ലാവിധ സുഖക്കേടുകളിൽ നിന്നും അള്ളാഹു ഒരു ശിഫ നൽകും. അതായത് രോഗങ്ങൾക്ക് ശിഫ നൽകും. അതുപോലെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനൊരു ശമനം അള്ളാഹു പ്രദാനം ചെയ്യും. പിന്നെ അടുത്ത ഇസ്മാണ് മുസവ്വിർ. മുസവ്വിർ മീൻസ് രൂപം നൽകുന്നവൻ. ഈ സൃഷ്ടികൾക്കെല്ലാം രൂപം നൽകുന്നവനാണ് അള്ളാഹു. സർവ്വ സൃഷ്ടാവും അതുപോലെ എല്ലാ സൃഷ്ടികൾക്കും രൂപപ്പെടുത്തുന്നവനും അള്ളാഹുവാണ്. അതാണ് ഇതിൻ്റെ മീനിങ് യാ മുസവ്വിർ യാ അള്ളാഹ്. ഈ ഒരു ഇസ്മ നമ്മളൊരു 10 പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജനിക്കുന്ന സന്തതികൾ നല്ലതാവാൻ അള്ളാഹു ഹെൽപ്പ് ചെയ്യും. അതാണ് യാ മുസവ്വിർ യാ അള്ളാഹ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത. അടുത്ത 15ാമത്തെ ഇസ്മാണ് യാ ഗഫാർ. യാ ഗഫാർ യാ അള്ളാഹ്, ഏറ്റവും പൊറുക്കുന്നവനാണ് അള്ളാഹു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്താണ്, നമ്മളിപ്പോൾ കുറേ തെറ്റുകൾ ചെയ്തിട്ട് അവിടെ തൗബ ചെയ്താൽ പോലെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ളത്.
അള്ളാഹു കാരുണ്യവനും കരുണാനിധിയുമാണ്, അതുപോലെ ഏറ്റവും പൊറുക്കുന്നവനുമാണ്. നമ്മൾ എത്ര തിന്മകൾ ചെയ്താലും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുന്നതാണ്. അത് അള്ളാഹു തന്നെ പറഞ്ഞതാണ്, ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നുള്ളതാണ്. നമ്മൾ ദുആ ചെയ്യുവിൻ, പ്രാർത്ഥിക്കപ്പെടും. അതുപോലെ നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നുള്ളതാണ്. അതുപോലെ എല്ലാത്തിനും സർവാധിപനായ അള്ളാഹുവാണ്. അള്ളാഹു എല്ലാ പാപങ്ങളും നമ്മൾ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൊറുക്കുന്നവനാണ്. പിന്നെ തൗബ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ യാ ഗഫാറു യാ അള്ളാന്ന് 1000 തവണ ചെയ്യണം. യാ ഗഫാറു ഏറ്റവും പുറത്ത് നൽകുന്നവനാണ്. നമ്മൾ തൗബക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യാ ഗഫാറു യാ അള്ളാഹ് എന്നുള്ള ഇസ്മ നമ്മളൊരു 1000 തവണ ചൊല്ലണം കേട്ടോ. പിന്നെ അടുത്തൊരു ഇസ്മാണ് യാ ഖഹാർ, അടക്കി ഭരിക്കുന്നവനാണ്. അള്ളാഹു ഈ ലോകം മൊത്തം അധിപനാണ്, ഈ ലോകത്തിൻ്റെ മൊത്തം അധിപനാണ്. അപ്പോൾ ഈ ലോകം മൊത്തം ഭരിക്കുന്നവനും അള്ളാഹുവാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരാൾ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഇരുന്ന് കൊണ്ട് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് യാ ഖഹാറു യാ അള്ളാഹ് എന്നൊരു 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു കൊടുക്കുന്നുള്ളതാണ്. അടുത്ത 17ാമത്തെ ഇസ്മാണ് വഹാബ്. വഹാബ് എന്ന ഇസ്മിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമ്മാനങ്ങൾ നൽകുന്നവൻ. അള്ളാഹു ഏറ്റവും ദാനം നൽകുന്നവനാണ്. ധാരാളം അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകൾക്ക് നൽകുന്നവനാണ്. അതുപോലെ സമ്മാനം നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങളാണ് അള്ളാഹു തന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മളെപ്പോഴും സങ്കടങ്ങൾ മാത്രം ഓർത്തിരിക്കാനാണ് ആഗ്രഹിക്കുക. കാരണം നമ്മൾ എന്തൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്, എന്തൊക്കെ ദുഃഖങ്ങളുണ്ടായി അത് മാത്രം ആലോചിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കും. അതിനേക്കാളും ചെയ്യേണ്ടത് നമുക്ക് എത്ര ദുഃഖങ്ങൾ വന്നാലും ആ സമയത്ത് അള്ളാഹുവിനെ ആലോചിക്കേണ്ടത് നമുക്ക് എത്രത്തോളം നന്മകൾ തന്നിട്ടുണ്ട്. നമ്മൾ പല തിന്മകളും ധാരാളം തെറ്റുകൾ ചെയ്തിട്ട് പോലും അള്ളാഹു എത്രത്തോളം നന്മകളാണ് അല്ലെങ്കിൽ എത്രത്തോളം അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത് മാത്രം ആലോചിച്ചാൽ മതി നമുക്ക് എന്ത് ബുദ്ധിമുട്ടുള്ള സമയത്തും. അതുപോലെ ഈ യാ വഹാബ് യാ അള്ളാഹ് ആ ഒരു ഇസ്മ നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അള്ളാഹു സഹായിക്കും എന്നുള്ളതാണ്. അടുത്തൊരു ഇസ്മാണ് റസാഖ്. റസാഖ് മീൻസ് ആഹാരം നൽകുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം വിശാലമാകാൻ ഈ ഇസ്മ പതിവാക്കുക. യാ റസാഖു യാ അള്ളാഹ് എന്നുള്ളത് പതിവാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭക്ഷണത്തിലും വസ്ത്രത്തിലും എല്ലാ കാര്യങ്ങളും വിശാലത അള്ളാഹു പ്രദാനം ചെയ്യുകയും ദാരിദ്ര്യമൊക്കെ ഉണ്ടാവാതിരിക്കാനും ആ ഒരു ഇസ്മ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത ഇസ്മാണ് ഫത്താഹ്. ഫത്താഹ് മീൻസ് വിജയം നൽകുന്നവൻ. ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും പരീക്ഷകളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളാവട്ടെ ജോലിയിലാവട്ടെ പല കാര്യങ്ങളിലും നമുക്ക് വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് പതിവാക്കണം. നമ്മുടെ ജീവിതത്തിലൊരു സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 489 തവണ യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് ചൊല്ലി 7 ഫാത്തിഹ ഓതണം. അതുപോലെ നമുക്ക് ഈ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ 489 തവണ യാ ഫത്താഹു യാ അള്ളാഹ് ചൊല്ലിയ ശേഷം 7 ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതുപോലെ നമ്മൾ സുബ്ഹി നിസ്കരിച്ച ശേഷം നമ്മുടെ തൻ്റെ ചെസ്റ്റിൽ, അതായത് മാറിൽ വലത് കൈ വെച്ച് ഒരു 71 തവണ ഈ യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ള ഇസ്മ ഉരുവിട്ട് നമുക്ക് വിജയങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹങ്ങളിലൊക്കെ സഫലീകരിക്കും എന്നുള്ളതാണ്. അതുപോലെ 20ാമത്തെ ഇസ്മാണ് അലീം. അലീം എന്ന ഇസ്മിൻ്റെ പേര് എല്ലാം അറിയുന്നവനായ അള്ളാഹു. യാ അലീമു യാ അള്ളാഹ്. നമുക്ക് റബ്ബിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ പതിവാക്കണം. അപ്പോൾ ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയുടെ ജേർണലിംഗ് 10 ഇസ്മാണ് ചെയ്തത്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അതുപോലെ നമുക്കിത് പതിവാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ 99 നെയിംസും ജേർണലിംഗ് ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളും ഇതുപോലെ ഒരു ബുക്കിൽ എഴുതി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുടെ സമയത്തോ അതിങ്ങനെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇസ്മ പതിവാക്കിയാൽ നമുക്ക് ഇത്ര ശ്രേഷ്ഠതകളുണ്ടല്ലോ, ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ ഇപ്പോഴും ഏത് പ്രസൻറ്റിലും നമുക്ക് ഗുണം ചെയ്യുന്നതാണ്.
സോ ഈ ഇസ്മുകളൊക്കെ നമുക്ക് പതിവാക്കാൻ ശ്രമിക്കുക. അസ്മാഉൽ ഹുസ്ന ഒരു 3 തവണയെങ്കിലും നമ്മൾ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഖൈറും ബർക്കത്തും ഉണ്ടാകും. പിന്നെ ഇത് കാണിക്കുന്ന വീഡിയോസ് ജസ്റ്റ് ഞാൻ രാവിലെ എണീറ്റ സമയത്തൊന്ന് കുറച്ച് നേരം പുറത്ത് വരുന്നു, ഇങ്ങനെ സുബഹി നിസ്കരിച്ച ശേഷം. അപ്പോൾ അവിടെ ഒരു ഡാമിൻ്റെ ജസ്റ്റ് അവിടെ നിന്ന് ജസ്റ്റ് വെറുതെ പോയിരുന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വാക്കിങ്ങൊക്കെ ആ സമയത്ത് നല്ലതാണ്. അസ്സലാമു അലൈക്കും.